ജക്കിരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ടി ദാമോദരൻ മുതൽ രഞ്ജി പണിക്കർ വരെയുള്ള എഴുത്തുകാരെ എഴുതി വെച്ച മാസ് പൊളിറ്റിക്കൽ ത്രില്ലറുകളെ ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിനൊപ്പം എത്തുക എന്നത് ഇനി മലയാള സിനിമയിൽ അസാധ്യമാണെന്ന് വിചാരിച്ച ആ ഒരു നിമിഷത്തിലാണ് ലൂസിഫർ പിറക്കുന്നത്. പുതിയ കാലത്തെ പൊളിറ്റിക്കൽ ത്രില്ലറുകളിൽ ലക്ഷണമൊത്തത് എന്ന് പ്രേക്ഷകരെ കണക്കാക്കപ്പെടുന്ന സിനിമയായിരുന്നു ലൂസിഫർ. മാടമ്പി എന്ന സിനിമയ്ക്ക് ശേഷം ബി ഉണ്ണികൃഷ്ണൻ്റെ സിനിമകൾ ഒരെണ്ണം പോലും എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. ഒളിച്ചു കടത്തലുകളോ അജണ്ടകളോ ഇല്ലാത്ത പ്യുവർ പൊളിറ്റിക്കൽ ഡ്രാമയായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ബി ഉണ്ണികൃഷ്ണൻ നല്ല ടാലൻ്റുള്ള സംവിധായകനാണെന്ന് മാടമ്പി കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ നല്ലൊരു തിരക്കഥ കിട്ടിയപ്പോൾ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ പക്ക രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ പാകി ഒരു അച്ഛൻ്റെയും മകൻ്റെയും കഥ പറയുകയാണ് ഇവിടെ ബി ഉണ്ണികൃഷ്ണൻ. ഇന്ന് വരെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള എണ്ണം പറഞ്ഞ മികച്ച രാഷ്ട്രീയ സിനിമകളിൽ ഒന്നായി തന്നെ പ്രതിച്ഛായയെ നമുക്ക് കണക്കാക്കാം. പിന്നെ ഇലക്ഷൻ സീസൺ ആയതുകൊണ്ട് പൊളിറ്റിക്കൽ സിനിമകൾ വരണമല്ലോ. അപ്പോൾ ഇടതുപക്ഷാനുഭാവിയായ ബി ഉണ്ണികൃഷ്ണൻ പ്രതിച്ഛായ എന്ന ഈ സിനിമ ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെ ആധാരമാക്കി എടുത്തിട്ടുള്ള ഒരു ഫിക്ഷണൽ മൂവിയാണ്. കോൺഗ്രസ് അനുഭാവികളിൽ ചിലർ ഇത് കമ്മികൾക്കിട്ടുള്ള കൊട്ടാണെന്ന് കരുതി കാണാൻ പോകും. അവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. എന്നിട്ട് പറയാം, ഗംഭീര തുടക്കമായിരുന്നു സിനിമയ്ക്ക് നൽകിയിട്ടുള്ളത്. പിന്നീട് എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ കരുതി അവസാനം ഇതെന്ത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് സിനിമ അവസാനിപ്പിച്ചു വച്ചിരിക്കുന്നത്. വർഗീസ് എന്ന മുഖ്യമന്ത്രിയായി ബാലേന്ദ്ര മേനോൻ കിഡു പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി എന്നല്ല നമ്മൾ സ്ക്രീനിൽ കാണുന്നത്, ഒരു ഗ്രേ ഷെയ്ഡുള്ള ആളാണ്. എന്നാൽ അയാളിൽ ഒരു നല്ലവനുണ്ടെന്ന തോന്നൽ ഉണ്ടാക്കിയെടുത്ത് അയാൾക്ക് വരുന്ന ഒരു അവസ്ഥയും തുടർന്നുള്ള പ്രതികാരവുമാണ് സിനിമ പറയുന്നത്. ഇതിലെ ബാലേന്ദ്ര മേനോൻ്റെ പോർഷനാണ് ആദ്യ പകുതിയിലും കൂടുതലുള്ളത്. നീയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നു പോകുന്നേ ഉള്ളൂ. അത് കിഡിലോ ആയിരുന്നു. കിഡിലൻ പെർഫോമൻസാണ് പുള്ളി കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ എന്നിട്ട് പറയാം, എക്സ്പീരിയൻസ്ഡ് അഭിനേതാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. കിഡിലെന്ന് പറഞ്ഞാൽ കിക്കിഡു പെർഫോമൻസ് ആയിരുന്നു. ഒരു ഇൻ്റർവ്യൂ പോർഷൻ ഉണ്ട്. പുള്ളിയുടെ ഇമോഷണലായിട്ടുള്ള വാലിബിലിറ്റിയൊക്കെ നന്നായിട്ട് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെയധികം നിഗൂഢത, മിസ്റ്ററിയൊക്കെ ഉള്ള ഒരാളാണെന്ന ഒരു ഇൻട്രോ ആണ് ഷറഫുദ്ദീൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. എന്നാൽ പിന്നീട് ടിപ്പിക്കലി കോർപ്പറേറ്റ് ക്രിമിനലായിട്ട് മാറുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. ചില സീനുകളിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു ഹരിശ്രീ അശോകൻ. എന്താ പറയുക, ഈ എഴുതി കൊടുത്ത സീനുകളിലൊക്കെ ഇവർ മണിയമ്പിള്ള രാജുവൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ സായ്കുമാറിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ഇതിനകത്ത്. പിന്നെ നിശാന്ത് സാഗറിൻ്റെ ഡയലോഗ് മോഡുലേഷനൊക്കെ എന്താ പറയുക, കുറച്ച് മോശമായിട്ട് തോന്നി. പക്ഷെ പെർഫോമൻസ് കിടുമായിരുന്നു. പിന്നെ നിവിൻ പോളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിവിൻ പോളി ഇതിനകത്തൊരു പക്ക മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു എൻ്റർപ്രൂണർ എന്ന രീതിയിൽ ഇനീഷ്യൽ സീനുകളായാലും പിന്നീട് കേരളം ഭരിക്കുന്ന CM ആയിട്ട് വരുമ്പോഴൊക്കെ എന്തൊരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്താ പറയുക, ഡയലോഗ് ഡെലിവറി ആണോ അതോ ഈ റോളുകൾ പുള്ളിക്ക് സെറ്റാവാത്തതാണോ, എന്തോ ഒരു നമുക്കങ്ങോട്ട് ഇഴുകി ചേരാൻ സാധിക്കുന്നില്ല. ഈ മാസ് സീനുകൾ എന്ന് തോന്നിപ്പിക്കുന്ന എന്താ പറയുക, BGMൻ്റെ കൂടെ നിവിൻ വരുമ്പോൾ ഒരു ഇമ്പാക്റ്റ് നമുക്കങ്ങോട്ട് കിട്ടുന്നില്ല. ഇപ്പം ലൂസിഫറിൽ ലാലേട്ടൻ നടന്നു പോകുമ്പോഴും അങ്ങനെയൊക്കെ നമുക്ക് അതിനകത്ത് ഇഴുകി ചേരാൻ സാധിക്കും. ഇപ്പോൾ ആ സീൻസായിട്ട് നമ്മളങ്ങനെ കണക്റ്റ് ആവണ്ടേ. അപ്പോൾ ചാണക്യനെ പോലെ ബുദ്ധിപൂർവ്വം എന്തോ ചെയ്തു, ഇങ്ങനെ ഒരു പവർ പൊളിറ്റിക്സിലെത്തി എന്നതൊക്കെ എന്തൊക്കെയോ പോലെയുള്ള സീനുകൾ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ തമിഴിൽ ശകുനി എന്ന് പറഞ്ഞിട്ടൊരു പടം നമ്മളെ കാർത്തി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സീനുകളൊക്കെ നമുക്ക് ആളൊരു കോമഡി പിടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിനകത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഇങ്ങനെ കണക്റ്റ് ആവാൻ സാധിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ആ സീനുകളിലൊക്കെ ഇങ്ങനെ സ്റ്റേജിങ് അടക്കം മോശമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കൂടെ നിവിൻ്റെ താല്പര്യമില്ലാത്ത അഭിനയം കൂടി ആകുമ്പോൾ എന്താ പറയുക, ഒരു നമുക്ക് ആ സർവമായലത്തെ ആ ഒരു നിവിൻ പോളിയുടെ അഭിനയത്തിൻ്റെ ആ ഒരു കണക്ഷൻ നമുക്ക് ഇതിനകത്തോട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല, എനിക്ക് കിട്ടിയില്ല. പിന്നെ ആദ്യ പകുതി സ്ലോ ആണെങ്കിലും നല്ല എൻഗേജിങ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ബാലേന്ദ്ര മേനോൻ്റെ കിടു പെർഫോമൻസ് ആണ് അതിനകത്ത്. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ സ്ക്രീനിൽ അരങ്ങേറുന്നു എങ്കിലും എന്താ പറയുക പോലും ഒന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. അതിൽ നായകൻ്റെ CM ആകുന്ന സീനുകളടക്കം ഉൾപ്പെടും ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ. പിന്നെ ഫൈനൽ ക്ലൈമാക്സിൽ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, നമ്മളെ ബി ഉണ്ണികൃഷ്ണൻ ട്വിസ്റ്റിൻ്റെ ആളാണ്. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മൂഞ്ചി പോവുകയുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഇതിനകത്തില്ല. എന്തായാലും ബി ഉണ്ണികൃഷ്ണൻ്റെ മാടമ്പിക്ക് ശേഷം എനിക്കിഷ്ടപ്പെട്ട ഒരു മൂവി എന്ന് പറയാൻ ഇതാണ്, മാത്രമേ ഉള്ളൂ. എഡിറ്റിങ് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ BGM പല സീനുകളിലും എലിവേറ്റ് ചെയ്യുന്നുണ്ട്. പടത്തിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കാമായിരുന്നു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് മൂവിയായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഒരു എന്താ പറയുക, എടുത്തു പറയാനായിട്ട് ഒന്നുമില്ലാത്ത ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ. ഓക്കെ, അപ്പോൾ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.